ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കണം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ എനിക്ക് ഇഷ്ടംപോലെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് പോകണം എന്നൊക്കെ ഉള്ളൊരു വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ എനിക്ക് അതിനൊക്കെ ഭയങ്കര ഒരു ഒരു വലിയൊരു മതിൽ തന്നെ ഉണ്ടായിരുന്നു എൻ്റെ ചുറ്റും. അത് ഞാൻ തന്നെ പ്രയത്നിച്ചിട്ടാണ് ഞാൻ ആ മതിലെല്ലാം പൊളിച്ച് ഞാനായിട്ട് ജീവിക്കാൻ കമ്മിറ്റ് ചെയ്ത് വന്നത്. ജാസിയെ പോലെയുള്ള ട്രാൻസ് വുമൺ ആയി മാറാനായിട്ടുള്ള ശ്രമം നടക്കുക, അങ്ങനെ ഒരു തീരുമാനം ആദ്യം സ്വന്തം മനസ്സിലെടുക്കും. അങ്ങനെ മനസ്സിലെടുത്തിട്ടാണല്ലോ നമ്മൾ പിന്നെ അതിന് വേണ്ടി. അപ്പോൾ അത് ആദ്യം ഫാമിലിയുടെ അകത്തായിരിക്കും ഈ ഫൈറ്റ് ഉണ്ടാവുന്നത്, പിന്നെ അടുത്ത കൂട്ടുകാരുടെ ഇടയിലായിരിക്കും അടുത്ത പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്, പിന്നെ ജീവിക്കുന്ന സൊസൈറ്റിയിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു തീരുമാനം എടുത്തപ്പോൾ ഇത് ഉള്ളിൽ തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ അതിനെങ്ങനെയാണ് ഒരുക്കിയെടുത്തത് മനസ്സിനെ? എനിക്ക് എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പൊതുവേ ഞാൻ മലപ്പുറം കുറ്റിപ്പുറം ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു ഫാമിലിയിലാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ എനിക്ക് മുകളിൽ 2 ചേച്ചിമാരാണ്. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈഫ് എന്താവും, അല്ലെങ്കിൽ ഉപ്പ എന്നെ ചീത്ത പറയുമോ, അല്ലെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ, കുടുംബത്തിൽ എന്തായിരിക്കും, ഇത് വലിയൊരു പൊട്ടിത്തെറിയാവുന്നൊക്കെ വിചാരിച്ച് എനിക്ക് ഓൾറെഡി ആ സമയത്ത് എനിക്കൊരു ചിന്ത ഉണ്ടായിരുന്നു. ഏത് പ്രായത്തിലത്? ഞാൻ ഓൾറെഡി ചെറുപ്പം മുതലേ എനിക്കറിയാം ഞാൻ എന്താണെന്നുള്ളത് സ്വത്തം എനിക്ക് മനസ്സിലായതാണ്. പക്ഷെ എനിക്ക് തുറന്നു പറയാൻ ഒരു പേടി ഉണ്ടായിരുന്നു.